ഇതിന് ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മൾ നല്ല പഴുത്ത പഴം യൂസ് ചെയ്യുക കേട്ടോ നല്ലത്. അതായത് ഞാൻ കായ്പോളൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു 2 ദിവസം അല്ലെങ്കിൽ ഒരു 3 ദിവസം പഴക്കമായ കുറച്ച് പഴം ഇരുന്നിട്ടുണ്ടായിരുന്നു. അത് പഴക്കമാവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ 2 ദിവസം മുന്നേ ഞാനത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചതായിരുന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല പഴം അവിടെ ഇരിക്കുന്നത്. അപ്പോൾ കണ്ടപ്പം എങ്ങനെയായാലും അത് പുറത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം ഇനി അതാരും കഴിക്കൂലല്ലോ, അപ്പോൾ എന്തെങ്കിലും അത് വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പഴമൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയായാലും ആ കറുത്ത ഭാഗമൊക്കെ നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവും. അതിൻ്റെയൊക്കെ ടേസ്റ്റ് മീൻസ് ചോയ ഉണ്ടാവും. അപ്പം നമ്മൾ ആ ഭാഗങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഒന്നുകൂടെ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അത് ക്യൂബ്സ് ആക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും, പിന്നെ നമ്മളിതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായ ചേർക്കണുണ്ട്. അപ്പോൾ ഏലക്കായ ഞാൻ പൊടിച്ചെടുത്ത് വെക്കുന്നുണ്ട്. നെയ്യില്ലാത്തതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പും അതേപോലെ മുന്തിരിയും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അത് സെയിം പാനൊക്കെ തന്നെ നമുക്ക് നമ്മുടെ പഴം കൂടെ ചേർത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കണ്ടേ. അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ വേറൊരു പാത്രത്തേക്ക് 2 മുട്ട എടുക്കുന്നുണ്ട്. അതേപോലെ പാലില്ലാത്തതുകൊണ്ട് പാൽപ്പൊടി വെച്ചിട്ടും ആണ് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ നോർമലിയുള്ള ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച ഏലക്കായ മിക്സും ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർക്കുന്നുണ്ട്. അതിലേക്ക് ഈ മിക്സ് ചെയ്തതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച കാര്യങ്ങളില്ലേ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സോസ് പാനാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. എളുപ്പമായിട്ട് ഉണ്ടാക്കും ചെയ്യട്ടെ. കുക്കറുണ്ടെങ്കിൽ കുക്കറിൽ ഉണ്ടാക്കാം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ സോസ് പാനൊക്കെ അത് ഒഴിച്ച് വെക്കുകയാണ്. മേലെ ഞാൻ എഗ്ഗ് കുറച്ചെടുത്തിട്ടുള്ളൂ, പഴമാണ് കൂടുതലുള്ളത്. അപ്പോഴാണ് ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് അത് നേരെ ഒരു 20 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയായി കിട്ടും. പിന്നെ ഇത് മറിച്ചിട്ട് മോൾ ഭാഗം ഒന്ന് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു പാനൊക്കെ ഇട്ടിട്ട് ആക്കിയെടുക്കുന്നുണ്ട്. സിമ്പിളാണ്, എളുപ്പമാണ്.